നമസ്കാരം. നമ്മുടെ പുതിയൊരു അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറുമൊരു പുസ്തകമല്ല തുറക്കുന്നത് കേട്ടോ, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു യഥാർത്ഥ ചരിത്രശേഷിപ്പിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കവിഭാരതം മണിപ്രവാളം എന്ന അപൂർവ ഗ്രന്ഥത്തിന്റെ ഡിജിറ്റൽ താളുകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങാമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, തീർത്തും വ്യത്യസ്തമായ രണ്ട് പ്രാചീന ഭാഷകൾ പരസ്പരം കൂടിച്ചേർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അവ വെറുതെ അങ്ങ് കൂട്ടിക്കലർത്തുകയല്ല, മറിച്ച് പുതിയൊരു സാഹിത്യ വിസ്മയം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണവിടെ. അത്തരമൊരു ഭാഷാപരമായ മാജിക്കിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈയൊരു കൂടിച്ചേരൽ നമ്മുടെ മലയാള സാഹിത്യത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യം കവിഭാരതം കണ്ടെത്തുന്നു, പിന്നെ മണിപ്രവാള ശൈലി, ഇതിന്റെ ചരിത്രപരമായ പ്രസിദ്ധീകരണം, ഇതിലെ വരികളുടെ പ്രത്യേകത, ഒടുവിൽ കവികളുടെ ഒരു വലിയ നിര. ഇത്രയുമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വിഷയം കവിഭാരതം കണ്ടെത്തുന്നു. ഈ ചരിത്രരേഖകൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് കവിഭാരതം മണിപ്രവാളം എന്ന ഗ്രന്ഥത്തിന്റെ മുഖചിത്രമാണ്. ആ അക്ഷരങ്ങളിലേക്കൊന്ന് നോക്കിയേ. അതിന്റെ ആ ഒരു പഴക്കവും ആധികാരികതയും അതിൽ തന്നെ പ്രകടമല്ലേ? ഒറിജിനൽ ഗ്രന്ഥത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വിവരങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് എന്നതാണ് ഈയൊരു അവലോകനത്തെ കൂടുതൽ ത്രില്ലിംഗ് ആക്കുന്നത്. ഈ പഴയ രേഖകൾ ഡിജിറ്റലാക്കിയപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ ഒന്ന് മുറിഞ്ഞും ചിതറിയുമൊക്കെയാണ് കാണപ്പെടുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു കുറവല്ല. പഴയകാലത്തെ അച്ചടിയുടെയും ലിപികളുടെയും ആ ഒരു യഥാർത്ഥ സ്വഭാവം ഒട്ടും ചോർന്നുപോകാതെ നിലനിർത്തുന്ന ഒരു മനോഹരമായ ടൈം ക്യാപ്സൂളാണിത്. ക്ലാസിക്കൽ സാഹിത്യത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഈ രേഖകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം മണിപ്രവാള ശൈലി. മാണിക്യവും പവിഴവും ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈയൊരു കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എന്താണ് ഈ മണിപ്രവാളം? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മണി എന്നാൽ മാണിക്യവും പ്രവാളം എന്നാൽ പവിഴവും. ഈ മാണിക്യവും പവിഴവും ഒരേ മാലയിൽ കോർത്തിണക്കിയാൽ എത്ര മനോഹരമായിരിക്കുമോ അത്രയും തന്നെ മനോഹരമാണ് മലയാളവും സംസ്കൃതവും തമ്മിലുള്ള ഈ സംയോജനം. നമ്മുടെ സ്വന്തം മലയാളത്തെ സംസ്കൃതത്തിന്റെ ആ ഒരു ഗാംഭീര്യവുമായി കൂട്ടിച്ചേർക്കുന്ന ഈ ശൈലി ശരിക്കും അക്കാലത്തെ ഏറ്റവും മികച്ച ഒരു സാങ്കേതികവിദ്യ തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇവിടെ ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. സങ്കീർണമായ സംസ്കൃത പദങ്ങൾ നമ്മുടെ തനതായ മലയാള ലിപിയുമായി എങ്ങനെയാണ് ലയിച്ചു ചേർന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി കാണാം. 2 സ്വതന്ത്ര ഭാഷകൾ, അവയുടെ എല്ലാ അതിർത്തികളും മറന്ന് ഈ പുസ്തകത്തിന്റെ താളുകളിൽ ഒന്നായിത്തീരുന്ന ഒരു അപൂർവ കാഴ്ചയാണിത്. മൂന്നാമത്തെ വിഷയം ചരിത്രപരമായ ഒരു പ്രസിദ്ധീകരണം. ഇതിൽ മലയാള മനോരമയുടെ പങ്ക് എന്താണെന്ന് നോക്കാം. ഈ ചിതറിയ അക്ഷരങ്ങൾക്കിടയിൽ മലയാള മനോരമ എന്ന പേര് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഈ രേഖകൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്രപരവുമായ ഒരു അച്ചടിശാലയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് വെറുമൊരു സാഹിത്യഗ്രന്ഥം മാത്രമല്ല, കേരളത്തിന്റെ അച്ചടി ചരിത്രത്തിന്റെ കൂടി ഒരു സുപ്രധാന ഭാഗമാണിത്. ഇതിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഭാഷാകവികളുടെ പുനർജീവനം. ഈ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചത് കേവലമൊരു കവിത പുറത്തിറക്കുക എന്നത് മാത്രമായിരുന്നില്ല, മറിച്ച് കാലയവനികയ്ക്കുള്ളിൽ ഒരുപക്ഷെ മറഞ്ഞു പോകുമായിരുന്ന അനേകം ക്ലാസിക്കൽ കവികൾക്ക് ഈ പ്രസിദ്ധീകരണത്തിലൂടെ ഒരു വലിയ പുനർജന്മം നൽകുകയാണ് അവർ ചെയ്തത്. ശരിക്കും അവരെ അനശ്വരമാക്കുന്ന ഒരു പ്രക്രിയ. ഇനി 4ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. മഹാന്മാരുടെ വരികൾ. ഈ കവിതകളുടെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വരികളുടെ ഘടന ഒന്ന് ശ്രദ്ധിച്ചേ. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലാസിക്കൽ കാവ്യവൃത്തങ്ങളുടെ ആ ഒരു ഗാംഭീര്യവും താളവും ഈ അക്ഷരങ്ങളുടെ സാന്ദ്രതയിൽ നിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. വീരരസവും അതുപോലെ പ്രകൃതി വർണ്ണനകളുമൊക്കെ നിറഞ്ഞ വളരെ സങ്കീർണവും എന്നാൽ അതിമനോഹരവുമായ വരികളാണിത്. ഈ വരികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്തു നോക്കാം. ഈ കവിതകളിൽ മലയാളം അതിൻ്റേതായ പ്രാദേശിക തനിമയും സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈകാരിക അടിത്തറയും നൽകുന്നു. അതേസമയം സംസ്കൃതമോ അത് വലിയൊരു ഗാംഭീര്യവും ശക്തമായ ഘടനയും ക്ലാസിക്കൽ പദസമ്പത്തും നൽകുന്നു. ഇവ രണ്ടും തമ്മിലുള്ള ഈ ഒരു കെമിസ്ട്രി കാരണമാണ് ഇത്രയും പഴയ കവിതകൾ ഇന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അവസാനമായി 5ാമത്തെ ഭാഗം കവികളുടെ നാമമാല. കേരള സാഹിത്യത്തിലെ പ്രമുഖരെ പരിചയപ്പെടാം. ഇനി നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ പുസ്തകം വെറും കവിതകളുടെ ഒരു സമാഹാരം മാത്രമല്ല, അക്കാലത്തെ സാഹിത്യരംഗത്തെ പ്രമുഖരായ കവികൾ, പണ്ഡിതന്മാർ, രാജകുടുംബാംഗങ്ങൾ എന്നിവരുടെ വളരെ വലിയൊരു നിര തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അക്കാലത്തെ സാഹിത്യകാരന്മാരുടെ ഒരു വലിയ ഡയറക്ടറി കൂടിയാണ് ഈ ഗ്രന്ഥം എന്ന് പറയാം. അതായത് ഇതൊരു സാധാരണ കാവ്യം മാത്രമല്ല, ഇതൊരു ചരിത്രരേഖ കൂടിയാണ്. ഗോവിന്ദമേനോൻ, രാമസ്വാമി ശാസ്ത്രി, കുഞ്ഞുണ്ണി തമ്പുരാൻ, നാരായണ മേനോൻ,
മാനവിക്രമ ഭട്ടൻ തമ്പുരാൻ തുടങ്ങി എത്രയെത്ര ഇതിഹാസങ്ങളുടെ പേരുകളാണ് ഈ താളുകളിൽ സുവർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ വരികൾ മുഴുവനായും അക്കാലത്തെ സുപ്രധാന പണ്ഡിതന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പേരുകൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ചരിത്രത്തിൽ ഇവർക്ക് നൽകിയിട്ടുള്ള സ്ഥാനം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ വരികളുടെ എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇതിന്റെ മറ്റൊരു വലിയ സവിശേഷത എന്താണെന്നോ, ഈ രേഖകൾ വെറും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു സമുദായത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. മേനോന്മാർ, നമ്പൂതിരിമാർ, തമ്പുരാന്മാർ, വാര്യർമാർ, പിഷാരടിമാർ തുടങ്ങി വിവിധ സമുദായങ്ങളിൽ നിന്നും പല പ്രാദേശിക തലങ്ങളിൽ നിന്നുമുള്ള കവികളെ ഇത് ഒന്നിപ്പിക്കുന്നു. അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന വളരെ വിശാലവും ഐക്യരൂപമുള്ള ഒരു സാഹിത്യ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണിത്. അങ്ങനെ ഈ ചരിത്രരേഖയുടെ അവസാന ഭാഗങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം നമുക്കുറപ്പിച്ചു പറയാൻ കഴിയും. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒരു തലമുറയെ, ആ മഹാന്മാരായ ചിന്തകരെയും കവികളെയും വരും തലമുറകൾക്കായി വളരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്താൻ ഈ ഗ്രന്ഥത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ മണിപ്രവാള ശൈലി, അതായത് ഭാഷകളുടെ ഈ ഒരു മാന്ത്രിക കൂടിച്ചേരൽ, ഇന്നും നമ്മുടെ സിനിമകളിലും സാഹിത്യത്തിലും എന്തിനും നമ്മുടെ സംസാര ഭാഷയിൽ പോലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? അന്നവർ സൃഷ്ടിച്ച ആ വലിയ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ബാക്കിപത്രമല്ലേ ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയുടെ ഈ വഴക്കം? ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾക്കായി ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ അവലോകനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.